ഹലോ ഗൈസ്, പറഞ്ഞപ്പോൾ പുതിയ എവിടേക്കല്ല സാറേ. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രാനി 1 പാർട്ട് 2 ആയിട്ടാണ്. വണ്ണിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട്. എന്നാലും നമ്മൾ റിവഞ്ച് എടുക്കും ഗൈസ്. നമ്മൾ അമ്മച്ചീൻ്റെ ഹെഡ് ഷോട്ട് അടിക്കാനാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്. നമ്മൾ തന്നെ അവിടെ അമ്മച്ചി ഇല്ലാണ്ടിരുന്നത് ഏറ്റവും വലിയൊരു കാര്യം. അയ്യോ, അമ്മച്ചി വരെ അമ്മച്ചി ഏത് വഴി കൂടെ വരാന്ന് ഒരു വഴിയില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു ഹോപ്പിലങ്ങോട്ട് പോകുന്നു. അവിടെ ഉണ്ടാവില്ലേ? ഓ, അമ്മച്ചി ഇവിടെ ഇല്ല ഗൈസ്. അമ്മച്ചി സ്ഥലം വിട്ട് അമ്മച്ചി ഏരിയ തന്നെ ഇല്ല. നമുക്ക് കിട്ടിയ അറിവ് നമുക്ക് നേരെ പോവാം. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. അയ്യോ, നല്ല ഒച്ചയൊന്നുമില്ല. അപ്പോൾ ഗ്രാനി അവിടെയുണ്ട്. അയ്യോ, കണ്ടു. മൂക്കൻ്റെ അടുത്ത് പോവാം ഗൈസ്. നമ്മൾ ട്രാപ്പ് പോകും. നേരെ പോവാം. എന്നുവെച്ചിപ്പോൾ അപ്പുറത്തെ വഴി കൂടെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ്. ബിക്കോസ് മറ്റേ സാധനം ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ വിളിച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇവിടുന്ന് നമ്മളെവിടെ സ്ഥലത്ത് ചെക്ക് ചെയ്യാൻ വാങ്ങി. ഹോ ഗൈസ്, വെപ്പൺ കീ. No way. നീക്ക വന്ന് തുപ്പിയിട്ട് പോ. വേഗം അമ്മച്ചി. അമ്മച്ചി എവിടെ പോയി കിടക്കുകയാണ് അമ്മച്ചി? നമ്മൾ എത്ര നേരമായി ഇവിടെ കാത്തിക്കുന്നു. ഇന്നെങ്കിൽ എനിക്ക് ഈ ഗെയിം ഒന്ന് വേഗം എൻ്റെ ഇരിക്കണമെന്ന് എനിക്കൊരു ചെറിയൊരാഗ്രഹമുണ്ട്. പക്ഷേ ഈ അമ്മച്ചി വരണ്ടേ? അമ്മച്ചി സമ്മതിക്കില്ലാന്ന്. അമ്മച്ചി ഭയങ്കര പിടിവാശിക്കാരിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഇവിടെ ഒച്ചയും വിളിയുന്നുണ്ടാക്കി ഒരു കാര്യമില്ല. അമ്മച്ചി എത്താൻ പോകുന്നില്ല. പക്ഷെ വിചാരിച്ച് നമ്മൾ പോയാൽ മൂഞ്ചെന്നൊക്കെ പറഞ്ഞാൽ 100% മൂഞ്ച്. എന്തൊക്കെ ചെയ്യാം? അമ്മച്ചി വരുന്നില്ലല്ലോ. അമ്പടെ കുടിച്ചത് ആരെ പേരണേ? എമ്മ വരുത്താണ്. മാസ് പാട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ആ മാസ് ഒത്തില്ല കേട്ടോ. നമ്മളെടുത്ത് നടക്കൂല. അമ്മച്ചിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എത്തണ്ട ഇത് കാലിടാ കുട്ടാ.
ഇവിടെ വന്നിട്ട് അപ്പോൾ എൻജിൻ പാർട്ട് വെക്കണം. ഓ ഇതുപോലെ സമാധാനം വെപ്പങ്കി കിട്ടി. ഇല്ല നമ്മൾ പെട്ടുപോയി കിട്ടും. നമ്മൾ ശരിക്കും പെട്ടുപോയി. നമ്മളിനി ഇതെടുക്കുക. പറയാം അമ്മച്ചീനെ വെടിവെക്കാനല്ല. അമ്മ ഒത്തില്ല. അമ്മ ഒത്തിയാ കുടുങ്ങിയപ്പോൾ തന്നെ ഞാൻ പെട്ടു പോകുന്നു. അപ്പം നമുക്ക് വേഗം പോവാം. ഭയങ്കര ഒച്ചമുളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ബെല്ലൊക്കെ നോക്കാൻ നമ്മൾ പേടിച്ചു കരഞ്ഞു പോയടാ. ഓ പാഡ്ലോക്കി നമുക്ക് കഴിഞ്ഞ ഗെയിമിൽ പാഡ്ലോക്കി കിട്ടിയിട്ടേ ഇല്ലെന്ന് ഗൈസ്. അത് കാരണം ശരിയാണല്ലോ, നമുക്ക് കഴിഞ്ഞ ഗെയിമിൽ പാഡ്ലോക്കി കിട്ടിയില്ല. പിന്നെ എന്ത് പറ്റിയിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോയത്? പാഡ്ലോക്ക് കിട്ടിയില്ല. പാഡ്ലോക്ക് കിട്ടിയത് കളി തുറന്നു എന്തിനെ ഞാനപ്പോൾ അവിടുന്ന് വന്നിട്ട് എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ശവായായിണ്ടാവുന്നു. എൻ്റെ ഒരു ഇതിൽ ഞാനൊന്ന് വെടി വെച്ചേക്കാം. നമുക്ക് നേരെ വേഗം പോവാം. അമ്മച്ചൊന്ന് പലകമാതിരി അവിടെ കിടന്നോളൂ. വേഗം പോവാ. വേഗം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണം. നമുക്ക് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. ഇനി ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കി എന്നെന്ത് ഒച്ച ഉണ്ടാകാത്ത അമ്മയുള്ള ലോകമേ. ഏതാണ് നമ്മൾ ഷോട്ടൊക്കെ നമുക്കിതിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവെക്കണം. ഇവിടെ പോവാം. ഇതിവിടെ അങ്ങോട്ട് വെച്ച അമ്മച്ചി പിന്നെ ഈ ഏരിയയിലേക്ക് പിന്നെ വരും. പക്ഷെ അമ്മച്ചിക്ക് വരാൻ പറ്റില്ല. കാരണം ഇവിടെ കയറി അപ്പം ചാവും. അറ്റാക്ക് വരും അമ്മക്ക്. കറണ്ട് കൊടുത്ത ഞാൻ പേടിച്ചു പേടിച്ചു പറയാം. ചെങ്ങയ്ക്കൊരു സമാധാനമില്ല ഒന്ന് ഞാൻ പേടിച്ചിട്ട് വെറുപ്പിക്കും. അപ്പം അടിച്ചേക്കാണ് മാറും മച്ചി പേടിച്ച് ഗ്രാനിയാണ്. ഇപ്പോൾ പോണം. തുപ്പൊന്നും എനിക്ക് തീരാൻ പറ്റുന്നു. നല്ല സൾഫ്യൂരിക് ആസിഡായിട്ടാണ്. തുപ്പടാ ഈ തുപ്പടാ എൻ്റെ മേത്തേക്ക്. അത് തുപ്പ്. ഇവനെ വെടിവെച്ചിടാനും പറ്റില്ല. എല്ലിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോ. തുപ്പാൻ വന്നു. about 2 minutes. അവിടെ മറ്റേ നമ്മളെ സാധനമില്ല. അതാണ് ഇതിൻ്റെയൊക്കെ ഉപകാരം. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെയൊക്കെ ഉപകാരം എപ്പോഴാണ് നമ്മൾ അറിയാം. അതുകൊണ്ട് അവിടെ ചത്ത് പലകമായി ഇതാ അവിടെ കിടന്നു ഉറങ്ങി അമ്മച്ചി. ഇത്ര പെട്ടെന്ന് ഉറങ്ങരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചീൻ്റെ അടുത്ത്. എനിക്ക് വേറെ പണികളുണ്ട്. നമ്മളിവിടെ വരിക. ബേർഡ് സീഡ് ഇവിടെ എന്തുണ്ടോ? ആടാ നമുക്ക് ഷോട്ട് ഗൺ എടുക്കാം സമയമായി. ഇത് കിട്ടി മറ്റേതും കിട്ടി. ജസ്റ്റ് മിസ് ഇട്ടോ. ഞാനിപ്പോൾ ഫ്രീസായി പോയിരുന്നു കുറച്ച് നേരത്തേക്ക്. ഞാൻ എന്താ വെച്ചാൽ അവിടുന്ന് എൻ്റെ അടുത്ത് കൂടെ ഒന്ന് പോയാൽ മതി. അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത് എവിടെ നിന്നും കണ്ടു മറ്റേ സാധനം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു.
എലിയും കടിച്ചതിൻ്റെ കൂടെ വാർത്ത എലി. അമ്മച്ചീനെ എനിക്ക് ഹെഡ്ഷോട്ടടിക്കാം. ഹെഡ്ഷോട്ടടിക്കാൻ എനിക്ക് അമ്മച്ചിക്കാണ് സേവില്ല. അമ്മച്ചിക്കാനെല്ലാം ആയി കൊടുക്കുന്നുണ്ട്. ഏത് പോകാം സ്ട്രൈറ്റ് അമ്മച്ചി സ്മൂഡ്. പിന്നെ എവിടെയും നമ്മൾ കണ്ട് അതും ആവശ്യമുള്ള സാധനം തന്നെയാണ്. ആരും ആവശ്യമില്ല. ഉച്ചക്ക് ഡോസ് കൊടുക്കാൻ സമയമില്ലേ? ഇവിടെ എന്തായിരുന്നോ? ഞാൻ വെച്ചിട്ട് ഏത് വഴി കൂടെ വരുന്നു. പുറത്ത് കാറൊക്കെ ഓടിച്ച് പോയിന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അമ്മച്ചിട്ടില്ല. ഇവിടെ ഒന്നുമേയില്ല. ഇവിടെ ഒന്നുമേയില്ല. ഇവിടെ എന്തെങ്കിലും ഇല്ലേ? ഇവിടെ ഒന്നുമില്ലേ? ഇവിടെ ഒന്നുമില്ലേ? എനിക്ക് തോന്നുന്നു. അവിടെ അങ്ങനെ നിന്നോ? അങ്ങനെ തന്നെ നിന്നോ? സ്റ്റാച്ചു മാതിരി അങ്ങോട്ട് നിന്നോ? ഒന്ന് മാറാവിടുന്ന്. കേറട്ടെ അമ്മച്ചി. അതൊന്നുമില്ല. ഇതിനൊന്നും വേറെ പണിയില്ലേ? എവിടെയാണ് നമ്മൾ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് കണ്ടത്? തുപ്പല്ലേ മച്ചു മച്ചമ്പി, തുപ്പല്ലേ. നമ്മൾ തുപ്പിയാൽ നമ്മൾ മാറും. മതി. ഫൈനലി അമ്മച്ചി കയറാൻ സമയമായി. അല്ല, എയർ കയറിയല്ലോ. അങ്ങനെയല്ല, ഇപ്പം 2 കീ ആയി. 3 ട്രാപ്പുകളായി. ഒരു വെപ്പൺ കീയും കൊണ്ട് മറ്റേ എന്തായിരുന്നു മറ്റേ സാധനത്തിൻ്റെ പേര്? ക്രോ. അതന്നെ. ഇനി നമ്മളിത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ മേലെ കൊണ്ട് വെക്കുന്നു. ഇത് ഒരു ഭാഗത്ത് വെക്കാം, മറ്റേത് ഒരു ഭാഗത്ത് വെക്കാം. എങ്ങനെ ഐഡിയ? ശരിക്കും താഴത്തെ ഫ്ലോറിൽ വേണ്ട. നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. ചില സമയമുണ്ടല്ലോ അമ്മച്ചി ഇങ്ങോട്ടേക്ക് കയറി വരും. അമ്മച്ചിക്ക് ഓരോ സമയം ഓരോ മൂടാ. നമുക്ക് ഏറ്റവും താഴെ പോണ്ടേ? എലി വെച്ച് ഞാൻ മറിഞ്ഞ് വീഴാൻ പോകുന്നത്. എല്ലായിടത്തും ഒച്ച ഉണ്ടാക്കണം. ഇവിടെ ഒച്ച ഉണ്ടാക്ക്. ഒച്ച ഉണ്ടാക്കിയുണ്ടോ? ഈ വൈനി ഇവിടെയും കൂടി ഉണ്ടാക്കുക. പറ്റി ഇനി പോകുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ. അമ്മച്ചിക്ക് ഡോസ് എടുക്കാനുള്ള സമയമായല്ലോ. നമ്മൾ ഇതിലെ പോകുന്നതാണ് കൈ സെറ്റ് സൈസ്. ചാവും. ഇനി എങ്ങനെ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. സെറ്റാവല്ലേ? അമ്മച്ചി കേട്ടോ. നമ്മളെ ലൂപ്പിൽ അമ്മച്ചി പെട്ട്. അമ്മച്ചിനി എന്നും ഇതുപോലെ പെടുന്ന അവസ്ഥ തന്നെ. 4 കഷ്ണമായിട്ട് അങ്ങോട്ട് മുറിയോ അമ്മ. അയ്യോ സോറി, എൻ്റെ അമ്മ ചെയ്യാൻ പോവാം. അവൻ്റെ വരെ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയിരുന്നു. അവൻ്റെ ഛർദി കണ്ടിട്ട്. ഗൈസ്, കാർക്കി കിട്ടി. ചമ്മിപ്പോയേ. നമുക്ക് വേഗം പോവാം. അവിടെ നമ്മൾ ചമ്മില്ല. വേഗം പോട്ടെ.
ഗൂയ്സ്, ഹലോ ഗൂയ്സ്. ഇപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വത്തക്ക എടുക്കുക. വത്തക്ക സോറി എല്ലാം നമ്മൾ നേരം ഒച്ചുണ്ടായിക്കോളും. ഇനി മാത്രം ഒരു കുറവുമില്ല. ഇവിടെ നമ്മൾ എലിച്ചാറിന് അവിടെ ഇതിലേക്ക് ഇടാൻ മറന്നു. സ്കൈ സ്പാർക്ക് പ്ലഗ് കിട്ടി. എത്തില്ല. എല്ലാം ഇവിടെ എൻ്റെ കാണാൻ പോയി. അയ്യോ, ഞാൻ തീർച്ചയായിട്ടും പ്രേതം പിടിച്ച് കൊണ്ടുപോയി തോന്നുന്നു. എൻ്റെ കൂടെ ഇവിടെ ഉണ്ടല്ലോ ഒരു ഗ്യാസോലിൻ കിട്ടി. ഇനി നമുക്ക് ഫ്രഞ്ച് കാണും. അമ്മച്ചിക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതിനുള്ളതൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നേരെ കൊണ്ടുവിടെ വെക്കാം. ബാറ്ററി വേണം. ബാറ്ററി മാത്രം മതി. ബാറ്ററിയും മുളഞ്ചും വേണം. നമുക്ക് വേഗം പോയിട്ട് ആ ഗ്യാസോലിൻ എടുത്ത് തരാം. വേഗം ഫട്ടാഫട്ടാക്കി തീർക്കണം പരിപാടി. ഗ്രാനി ഈസ് ഗോൺ ഫോർ 2 minutes. ഗ്രാനി അവിടെ നിന്ന് നൈസായി പോയി. ഗ്രാനിക്ക് ചാവാൻ തന്നെ നേരമല്ലോ തോന്നുന്നു. കാരണം എൻ്റെ അടുത്ത് ഗ്രാനീൻ്റെ കളിയൊന്നും നടക്കില്ല. ഇവൻ ഏത് വഴി തുപ്പി? എന്താ ആകാശത്ത് കൂടെ വന്ന് തുപ്പിയാ? ഇതെന്ത് കളി? സോം വന്ന് തുപ്പിയാ എനിക്കെന്ത്? എന്താ റീസെറ്റ് ആയില്ലേ? ഇത് ചെറിയ ഗ്ലിച്ചാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സാധനം ഒഴിക്കാം. ഇതിനെന്തായാലും ഒരു കുറവും വേണ്ട. അങ്ങനെ തന്നെ വേഗം ഒഴിച്ച് ഫുൾ ടാങ്ക്. പെട്രോൾ പമ്പിലൊന്നും നമുക്ക് പോകാൻ സമയമില്ല ഗൈസ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂട്ടാണ്. ഫ്രഞ്ച് വേണം. എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലുകൾ തെറ്റാവില്ല. ഈ പ്ലേ ഹൗസ് കീ കൊണ്ടുപോയിട്ട് അവിടെ തുറന്നു നോക്കാം. ഗ്രാനി വരില്ല. നമ്മൾ പ്ലേ ഹൗസിന് മുമ്പ് തന്നെ കേസ് നോക്കുന്നത്. മിനി ഇതുകൊണ്ട് കിട്ടിയ അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് സാധനം കിട്ടുക. പക്ഷെ നമ്മൾ കുഞ്ഞ് സാധനം എന്ന് വെച്ച് നമ്മൾ കിട്ടരുത്. അതിൻ്റെ അകത്തൊക്കെയാണ് വില കൂടിയ സാധനങ്ങൾ കയ്യിലാണ് ഉണ്ടാവുക. അപ്പം അത് മേടിച്ച് നമ്മൾ അതിനെ മാറ്റി നിർത്തരുത്. ഇത്ര എനിക്ക് പറയാനുള്ളത്. എന്താ എടുക്കാനുള്ളത്? എടുത്ത് അയ്യോ, ബുക്ക് കൊണ്ടുവെക്കണ്ടേ? ബുക്ക് എവിടെയൊന്നും കണ്ടേ? അവിടെ പേടിച്ച് കൊടുത്തേക്കാം. മാറി വച്ചു. ഇവിടെ എന്തൊക്കെയാണ്? അതാ കുഞ്ഞിപ്രാതം പോയതിൻ്റെ ഒച്ചയാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. വാ അങ്ങോട്ട് പിന്നെ ഇവിടേക്ക് വാ. ഇതൊന്നും ഒച്ചാന്ന് പറഞ്ഞില്ല. ഇവിടെ നിന്നിപ്പോൾ എന്താ ഒച്ച ഉണ്ടാക്കാൻ കഴിയുന്നത്? സാധനം വേണം.
ആവശ്യമുള്ളപ്പോൾ വർക്കാവൂല. ഇത് യെസ് അമ്മച്ചി. അമ്മച്ചിക്ക് അത് കിട്ടേണ്ടതാണ്. കിട്ടേണ്ടതാണ് അമ്മച്ചിക്ക് അവകാശപ്പെട്ടതാണ്. കരഞ്ഞു തരട്ടെ പ്ലീസ്. എന്താണ് ഇപ്പം ചെയ്യേണ്ടത്? അയ്യോ ഹാമർ എടുത്ത് ഇങ്ങോട്ട് വരണ്ടേ? ഹാമർ ഈ വഴി നേരെ പോവാം. മച്ചി നടന്ന് ഇവിടെ തുപ്പിട്ട് പോയിക്കോ. വേഗം അത്യാവശ്യം. അല്ല നമ്മൾ അവിടെ പ്ലാൻ വെച്ചില്ലല്ലോ. ഇവിടെ എന്താ നമ്മൾ നോട്ടെ. ഫ്രഞ്ചാണ് ഇവിടെ ഉള്ളത്. ഫ്രഞ്ച് മൂന്ന് ഇങ്ങോട്ട് വന്നാലും എനിക്കൊരു ചുക്കുമില്ല. എവിടെ വെച്ച് വെടിവെച്ചിട്ടാലോ? ഏതുണ്ട് താഴെ കല്ലിടണ്ട്. ചെങ്ങായി കണ്ട്. ചെങ്ങായി വന്നപ്പോൾ ഈ എല്ലും കൊണ്ട് വസുത തുപ്പിയിട്ട് പോടാ. നമ്മക്കപ്പം കുറച്ചു നേരം കാത്തു നിൽക്കാം. അമ്മൂമ്മ വരുന്നവരെ ഒന്ന് കുറച്ചു നേരം കാത്തു നിൽക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ചെറിയതായിട്ടൊരു പ്രശ്നം പറ്റിപ്പോയി. നമ്മൾ പ്ലാങ്കിന് അവിടെ കാത്തുനിന്നില്ല. ഞാൻ ഗ്രാനീനെ കൊന്ന്, പക്ഷെ ഞാൻ പെട്ടെന്ന് ആ കുഴിയിലേക്ക് അങ്ങോട്ട് വീണുപോയി. പക്ഷെ എന്ത് ചെയ്യാനാ, ഗ്രാനി സ്പോണായിട്ടുണ്ടാവില്ല. സ്പോണായോ? ഇല്ല, സ്പോണായിട്ടുണ്ടാവും. റീസെറ്റായില്ല ഗെയിം. അപ്പം നമുക്ക് വേഗം അമ്മച്ചേ അമ്മയ്ക്ക് എപ്പോഴത്തെ സ്പൂണൊക്കെ ആവും. ഞാൻ അമ്മച്ചിനെ കത്തിക്കണ്ട. അമ്മയ്ക്ക് എപ്പോഴത്തെ സ്പൂണൊക്കെ ഉണ്ട്. എനിക്ക് നേരെ ഓരോ സാധനങ്ങളൊക്കെ തുപ്പിയിട്ട് പോയിണ്ടാവും. എനിക്കെന്തായാലും സ്പൈഡർമാൻ തുപ്പിക്കട്ടെ. നമുക്ക് ഇവിടെ കട്ടിംഗ് പ്ലെയർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെടുത്തിട്ട് മേലെ പോയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് കിട്ടും. ആ ഫ്രഞ്ച് എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നട്ട് യൂസ് ആക്കണം. അപ്പോൾ ഇനി നമുക്ക് പാഡ്ലോക്കൊക്കെ കിട്ടിയെല്ലാം കിട്ടി. നമുക്കാകെ ഒരു സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പം ഞാൻ പോവാം. നമ്മൾ രണ്ടൊക്കെ അവിടെ ഗ്ലിച്ചടിച്ച് കൊടുക്കുകയാണ്. വുഡൻ സ്റ്റിക്കൊക്കെ ആയിരിക്കുകയാണ്. കണ്ടു. ഇവിടെ ഉണ്ടാവും. ഡോറ് തുറച്ചിട്ടാണ് നമുക്ക് ഗ്രാനി എവിടെ നിന്ന് സ്പോണായി വരുന്നതെന്ന് കാണുന്നത്. യെസ്
യെസ് റാണി. അമ്മൂമ്മ വരെ സമയമായില്ലേ? നമുക്ക് മറ്റേ എന്തായാലും ഉറപ്പാണ് നമ്മൾ ഫ്യൂവലല്ല എന്തേലും നമുക്ക് വേണ്ടത്. ഫ്യൂവൽ ഒഴിച്ച് കാർ ബാറ്ററി അത് തന്നെ, അതവിടെ ഇരിക്കുന്നു. ഉറപ്പെന്ന് വെച്ചാൽ ഉറപ്പാണ്. ഇനി നമ്മളിവിടെ തപ്പാനുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമാണ്, അവിടെയൊക്കെ തപ്പിയതുമാണ്. ഹാമർ വെച്ചിട്ട് നമ്മൾ താഴെ പോയി നോക്കിയില്ല. താഴെ വെച്ചാൽ അവിടെ നിന്നല്ല, എനിക്ക് ഉറപ്പ് അവിടെ നിന്ന് കോകുയിലെത്തായിരിക്കും കിട്ടുക. എന്തായാലും നമ്മൾ അമ്മച്ചീൻ്റെ വരവും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്മച്ചി വരുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാത്തു നോക്കാം. അമ്മച്ചി വന്ന് പിന്നെ ഇങ്ങനെ ഡോറ് തുറന്നു. അമ്മച്ചി വന്നല്ലോ. അതാ ഞാൻ പറഞ്ഞു അമ്മച്ചി വന്നു. എനിക്ക് ഡോറ് തുറന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോയി. എന്നാണ് അമ്മച്ചി മൈൻഡൊന്നും ഇല്ലേ, പണ്ടത്തെ പോലെ അല്ല കേട്ടോ. അവിടെ വെച്ചല്ലോ അമ്മച്ചിൻ്റെ സ്വഭാവം. അമ്മച്ചി ആകാശത്തേക്ക് കയറിയുണ്ട്. ക്യാമറ എടുക്കാം, നേരെ പോവാ. അവിടെ പോയിട്ട് തുറക്കല്ലേ, നിന്നെ ഞാൻ പേടിപ്പിച്ചെറിഞ്ഞാളും. ചില്ലാകാൻ പ്ലാങ്ക് എടുക്കരുത് വച്ചു. നമ്മൾ പ്ലാങ്ക് എടുത്താൽ നമ്മൾ വേഗം പോവാം. മെയിൻ പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഇതോടെ കളിച്ചിട്ടാണ്. Fit. Okay. ഇനിയോണ്ട് ഇതിന് പടപ്പിച്ചിട്ടാണ് കൊടയൂല, നമ്മളിങ്ങനെ ഇങ്ങനെ കൊടയുന്ന മാതിരി. ലൈഫ് കുറയുന്നതാണെങ്കിൽ എനിക്കൊരു കുറവൊന്നും തോന്നുന്നില്ലല്ലോ. ഞാൻ വരച്ച് ഇങ്ങനെ ഒരു 10 പ്രാവശ്യം കൊത്തിക്കഴിഞ്ഞിട്ടാവും, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഞാൻ മൊത്തം പെട്ടിരുന്ന് തിന്നോ. ഇനി നമ്മക്ക് ഈ സാധനം അവിടെ കൊണ്ടിടണം. തുപ്പു വെച്ചു, നമ്മളെ മേത്തൊക്കെ തന്നെ തുപ്പു വെച്ചു. ആത്തുകൂടെ വന്ന് തുപ്പി.
അച്ഛൻ നമുക്കെന്താ വേണ്ടത്? നമുക്ക് നേരെ താഴോട്ട് പോകണം. താഴെ പോയിട്ട് ഇവിടെ എവിടെയെന്ന് വെച്ചാൽ അവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്കണം. സ്ക്രൂ ഡ്രൈവർ Are you playing hide and seek again? അമ്മച്ചി കം ഫാസ്റ്റ്, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ ഗൈസ്, അമ്മച്ചി ഓൺ ദ വേ ആണെന്നുള്ള ഒരു സൂചനയ്ക്ക് ഇടാത്ത ഓൺ ദ വേ എന്നൊക്കെ പറഞ്ഞു. ഞാനത് വാങ്ങി വെച്ചില്ല. അപ്പോഴത്തേക്ക് ചങ്ങാതി വന്നു. മാറമ്മച്ചി ചൂലൊന്നും അടിച്ചു വരിക്കണം. ഭയങ്കര മണമുണ്ട്. സ്പൈഡർ ഹലോ. ഓ, പെണ്ണുങ്ങൾ പിന്നെ ആത്മാവെ പോയി. അമ്മച്ചീൻ്റെ അമ്മച്ചിക്കൊന്നും പോയില്ലേ? അമ്മക്കൊന്നും വേറെ പണിയില്ലേ? യെസ് ഇതിലെ പോകുന്നു. അതങ്ങോട്ട് ഓടുന്നു. എന്താ വഴി? ഒന്നുമില്ല. കറക്റ്റ് സ്പോട്ടിലോട്ടോ നോക്കി. തൊട്ട് പൊട്ടിത്തെറിച്ചു ഗായ്സ്. അപ്പം നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മച്ചീനെ ഇപ്രാവശ്യം VIP ആക്കി. വേഗം അമ്മച്ചി, ടൈമില്ല. ഓ, ഭൂതം ഒച്ചയൊക്കെ ഉണ്ടാക്കിപ്പോയി. അതാ അമ്മച്ചി ഇത് ഓണിക്കിടണ്ടേ?
എന്നാലും താഴെ ഒന്നും കൂടി തപ്പണം നമുക്ക്. വേഗം ഇറങ്ങി അവിടെ തപ്പിക്കഴിഞ്ഞാൽ നമുക്കിനി എന്ത് കീ വേണ്ടത്? കീ അല്ല, ബാറ്ററിയാണ് വേണ്ടത്. നമ്മൾ ക്ഷമ പരീക്ഷിക്കല്ലേ. അതിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു വരുന്നതായിരിക്കും, നമ്മളെ പിടിക്കുന്നതായിരിക്കും. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നു. അയ്യോ അമ്മ, ഈ ഇതിൻ്റെയും അയ്യോ ഇതിവിടെ സ്റ്റോപ്പായിന്. ഇപ്പോൾ കയറിപ്പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഷായാസനാവേൻ. പോ വേറെ പണിയില്ല. ഇതാ അമ്മച്ചിക്കാണ് വേണ്ടത്. ഇവിടെ എന്താണ് വെച്ചു? ഇതിലൊക്കെ പിന്നെ എന്തിനാ ഇതൊക്കെ? ഗായ്സ്, കാർ ബാറ്ററി കിട്ടി. നമുക്ക് ഈ വഴി മേലേക്ക് കയറാം. നമ്മൾ ഗ്രാനി വന്നു. ഞാൻ ഗ്രാനി അവിടെ ഉള്ള കാര്യം അറിഞ്ഞതേ ഇല്ല. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇനി നമ്മൾ കയറിപ്പോയാൽ മതി. ഇനി ഗ്രാനീനെ കൊന്നാൽ മതി. എന്നാൽ ഗ്രാനീനെ എനിക്കൊന്ന് കൊല്ലണം. അത്രക്കാവരുതല്ലോ. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എസ്കേപ്പ് ആവണമെന്നല്ല നിങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഗ്രാനി ഇങ്ങോട്ട് വന്നേ. അമ്മച്ചിക്ക് 2 വെടി കൊടുക്കാം. അവിടെ നിന്ന് അതും കിട്ടിക്കോട്ടെ, അവിടെ നിന്ന് ഒരു വെടിയും കിട്ടിക്കോട്ടെ. വേഗം വാ അമ്മച്ചി. പറയുന്ന പോലെ ഈ സാധനം നിലത്ത് പോയി. അതാ അമ്മച്ചി വരാത്ത, ഒച്ച ഉണ്ടാക്കണ്ടേ. ഇനി എന്നിട്ട് നമ്മൾ അവിടെ പോവാ. അമ്മച്ചി എന്താ ഒരു വെടിയും കൂടി തരാം അമ്മച്ചി. എന്താണ് അമ്മച്ചി ഇങ്ങനെയൊക്കെ ചാവാൻ പാടുമോ? വാഴക്കൊല വെട്ടിയ മാതിരി സത്യം. അല്ല പിന്നെ അതിന് നമുക്ക് നേരെ താഴോട്ട് പോയപ്പോരുന്നു. ഇത് നമ്മൾ തുപ്പിക്കുക, അവസാനമായിട്ട് തുപ്പിക്കാം. അവസാനമായിട്ട് ഇതിൻ്റെയൊക്കെ അന്ത്യ കുതാണെന്ന്. ഞാൻ എന്നാലും നേരത്തെ അവിടെ ഗ്രാനി ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഇറങ്ങൂലെന്ന്. എന്നാലും നമ്മൾ സാധനം അവിടെ ഉണ്ടല്ലോ, സേഫാണ്. കാർ ബാറ്ററി ഞാൻ പറഞ്ഞില്ല. നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ പോവാം. നമ്മൾ കാലും കൈയൊക്കെ വിറക്കിയാണ് ഗൈസ്. എന്ത് ചെയ്യണം? വാ ഇതിൻ്റെ മേലെയൊക്കെ കൊണ്ടുവച്ചിന് സാധനം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എസ്കേപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ 40th മിനിറ്റിൽ നമ്മളിത് 40th അല്ല 42nd മിനിറ്റിൽ നമ്മളിത് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. ഇങ്ങോട്ടൊന്നും വരാണ്ട് നോക്കിയോ നിങ്ങൾ. ഇവിടേക്കൊക്കെ വന്നാൽ ഞാൻ പെട്ടമാതിരി പെട്ടുപോകും. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മളെ. അപ്പം എന്താ ചെയ്യാനോ ആ ഗ്രാനിയൊക്കെ എനിക്ക് വന്ന് ഈ ഗ്രാനി വരുന്ന ആ സ്പോട്ടിൽ ഗ്രാനി വരുന്ന ഞാൻ അറിയില്ല അല്ലേ, സത്യം എനിക്ക്. ഓക്കെ, ഈ ഗ്രാനി വന്നാൽ ഗ്രാനിക്ക് വരാൻ പറ്റൂല. പക്ഷേ ഞാനത് ആലോചിച്ചില്ല. എനിക്ക് അതുകൊണ്ട് വർക്കായില്ല. തന്നെയല്ലേ വർക്കായില്ല നമുക്ക്.
ഗ്രാനീനെ അവിടെ നമ്മളെ ട്രാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഗ്രാനി എന്ത് വന്നാലും അതിലേ അല്ലാണ്ട് വരാൻ പറ്റില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മൾ അയ്യോ പ്രശ്നം വന്നല്ലോ. അയ്യോ കാക്കിയുടെ ആ വെസ്റ്റ്. അപ്പോൾ നമ്മൾ 40 സെക്കൻഡ് മിനിറ്റിൽ നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും. 40 സെക്കൻഡ് ആക്കാല്ലേ. അപ്പം അത്രയൊക്കെ പറയാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഹോം ടൂർ നടത്തിയേക്കാം. നമുക്കപ്പോൾ ഇവിടെ 2 ബുള്ളറ്റ് ബാക്കിയുണ്ട്. ഗ്രാനിൻ്റെ നെഞ്ചത്തൊന്ന് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഗ്രാനിക്ക് പേടി. നമ്മളെന്താ ഫിറ്റ് ചെയ്യാൻ മറന്നു പോയി. ഫുള്ള് സെറ്റല്ലേ പോകുന്ന വയ്ക്ക് നമ്മൾ മുഞ്ചേ. ഇപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ബൈ ഗൈസ്.